പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിക്കടുത്ത് ചെമ്മലപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. 2020 പഞ്ചായത്തിൽ വരുന്ന നല്ലൊരു പ്രോജക്റ്റാണ്. ഇവിടുന്ന് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കിഴക്കമ്പലം മാർക്കറ്റിലേക്കും 2.5 കിലോമീറ്ററിനും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ മിഡിലായിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ്. നല്ലൊരു ഏരിയയിൽ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകുന്നതാണ്. 11 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. 5 മീറ്റർ വീതിയുള്ള റോഡാണ് ഈ വില്ലയ്ക്ക് വന്നുള്ളത്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സി ഡിസൈനാണ് വന്നുള്ളത്. ഭംഗിയുള്ള ഒരു എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. മതിലിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ ടെക്സ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു കാർ പാർക്കിംഗ് സ്പേസും കിട്ടിയിട്ടുണ്ട്. വലിയൊരു വണ്ടി ഉൾക്കൊള്ളുന്ന രീതിയിൽ പോർച്ച് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പവർ സ്വിച്ച് വരുന്നുണ്ട്. ഇത് സൗത്ത് ഈസ്റ്റ് കോർണറാണ്. അപ്പം അവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വീലറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. കടപ്പാക്കല്ലാണ് ഒട്ടിച്ചുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈസ്റ്റ് സൈഡിലാണ്. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം സ്പേസ് ഫ്രണ്ട് വശത്ത് തന്നെയുണ്ട്. ഇവിടെയും നമുക്ക് വണ്ടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് 2 വീലറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. വലിയൊരു കാറ് നമുക്ക് പോർച്ചിലിടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റിലേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. നല്ലൊരു സിറ്റൗട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് ഫേസ് ആയിട്ടുള്ള വീടാണ്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പം 2 പീസ് ഡോറാണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസിലൊക്കെയാണ് നമ്മളിപ്പോൾ വന്നുള്ളത്. നല്ല ലെങ്തി ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ്. കോർണർ സെറ്റ് ഇടാവുന്നതാണ്. 2 സൈഡിലും സെറ്റീസ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടീപ്പ് ഇടാൻ പറ്റുന്നുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ വുഡിൻ്റെ ടെക്സ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഈസ്റ്റ് സൈഡാണിത്. ഇവിടെ 3 പാളി ജനൽ പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ 3 പാളി വലിയ ജനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും പാനലൊക്കെ ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് മനോഹരമായിട്ട് ടി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയിലാണ് ടി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പെബിൾസ് വിരിക്കാനും ഗ്രീൻ മാറ്റ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ കോമ്പിനേഷൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റ് ലാമിനേഷനാണ് വന്നുള്ളത്. അകത്ത് LED ലൈറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഒരു വുഡിൻ്റെ ടെക്സ്ചർ എന്ന ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ടി യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയ്ക്ക് മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ടെക്സ്ചർ ലാമിനേഷനൊക്കെ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. സൈഡിലെല്ലാം PVC വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. നല്ല മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് ലോഷനൊക്കെ വെക്കാനായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഭംഗിയായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്ന കിച്ചണാണ്. ഇനി കിച്ചൻ്റെ അകത്തേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ കോമ്പിനേഷനും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹാൻഡിലൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചൻ്റെ സ്ഥാനം പ്രധാനമാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. വലിയ വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 പാളി വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 2 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നത്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇനി നമ്മൾ വടക്ക് വശത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ആണ് കാണുന്നത്. നമ്മളിപ്പോൾ വടക്ക് വശത്താണ് വന്നുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെ നല്ല വെല്ല് വന്നിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല KW വാട്ടർ കണക്ഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 വെല്ല് നമുക്ക് 2 വാട്ടർ സോഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസിലാണ്. തറനിരത്തിൽ നിന്ന് ഉയർത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല
വടക്ക് ഭാഗത്തായിട്ട് നല്ലൊരു സ്പേസും കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും നടാനായിട്ടുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നുള്ളത്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണറാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളം വരുന്നുണ്ട്, 12 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഒരു സൈഡിൽ വുഡൻ ഫിനിഷിലുള്ള PVC ലാമിനേഷൻ വരുന്നുണ്ട്. അതിനകത്ത് കോപ്പർ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും നല്ല ഫാൾ സീലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മനോഹരമായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഒരു മിറർ വരാനുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. 3-വേ മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അപ്പം ഫുള്ള് ടൈല് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ആണ്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. സ്റ്റീലിന്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന വശങ്ങളിലെല്ലാം ഫാൻസി ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിലാണ് വരുന്നത്. ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ് തൂക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നേരെ സ്റ്റെപ്പിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ്. ഏകദേശം 13 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കബോർഡ് വന്നുള്ളത്. ഒരു മാറ്റ് ലാമിനേഷൻ ആണ് വന്നുള്ളത്. ഭംഗിയായിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാം. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു വലിയ മിറർ വരാനുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ഷവർ കൂക്ക് വരുന്നുണ്ട്, 2 ടാപ്പ്, പിന്നെ ഷവർ റെയിൻ ഷവർ തന്നെയാണ് വന്നുള്ളത്. ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസ്ഡ് ആണ്. ഭിത്തി വരുന്നത് ഒരു ഗ്ലോസിയാണ്. താഴെ മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതിന്റെ നീളം വരുന്നത് 12 അടി നീളം വരുന്നുണ്ട്, 11 അടി വീതിയും വരുന്നുണ്ട്. വലിയൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. ഹെഡ് പൊസിഷൻ നമുക്ക് സൗത്ത് സൈഡിലേക്ക് കൊടുക്കാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്വിച്ചസ് ഒക്കെ ഇതിനകത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ ലൈറ്റ്, ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ വരുന്നുണ്ട്. ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. എക്സോസ്റ്റ് എല്ലാ ബെഡ്റൂമിന്റെയും ബാത്റൂമിൽ വന്നിരിക്കുന്ന എക്സോസ്റ്റിന്റെ മേലെയായിട്ടാണ് എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് എക്സോസ്റ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു ബാത്റൂം ഒരുക്കിയിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തിയും മാറ്റ് തന്നെയാണ് വന്നുള്ളത്. നല്ല ഫൈബർ ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ബെഡ്റൂമിനും നല്ല ബാത്റൂം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ സ്റ്റഡി ഏരിയ വിത്ത് യൂട്ടിലിറ്റി ആണ്. വേണമെങ്കിൽ സ്റ്റഡി ഏരിയ ആക്കാം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഏരിയ ആക്കാം. വാഷിംഗ് മെഷീന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, വാട്ടർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഇവിടെയായിട്ട് ഒരു അയൺ ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഫാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ഏരിയ വിത്ത് യൂട്ടിലിറ്റി ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോവാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ കവേർഡ് ബാൽക്കണിയിലാണ് വന്നുള്ളത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് ഫുള്ള് വന്നുള്ളത്. മേലെ ഫാൾ സീലിംഗിൽ കൊടുത്തിരിക്കുന്നത് ഒരു PVC മാറ്റ് ലാമിനേഷൻ്റെ വർക്കാണ് വന്നുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കോപ്പർ ലൈറ്റ് വരുന്നുണ്ട്. കവേർഡ് ബാൽക്കണി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഓപ്പൺ ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. അവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അവിടെയായിട്ട് നമുക്ക് ചെടികൾ വയ്ക്കാവുന്നതാണ്. കസേരയൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ബാൽക്കണിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ബാൽക്കണിയും പിന്നെ ഒന്ന് കവേർഡ് ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്ന നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്തുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എയർപോർട്ടിലേക്കും
ഈസി ആക്സസിബിൾ ആയിട്ടുള്ള നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. തൊട്ടടുത്തായിട്ട് ചാറ്റർ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, 1/2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് മാത്രമല്ല ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. 3 സെൻറ്റും 850 ലിങ്സുമാണ് ലാൻഡ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ്. ഇതിന് ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.